ഫ്രണ്ട്സ്, എൻ്റെ വൈഫും അവരെല്ലാം കൂടെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ എന്നാ മറുപടി പറയേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ലൈഫിൽ കാണാത്തൊരു പ്രൊഡ്യൂസർ ഈ സിനിമയ്ക്ക് വന്നു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഇടാ നിൻ്റെ തൻ്റെ ഇടത്തിൽ നീ അങ്ങോട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനൊരു കമാൻഡർ ഉണ്ട്. ഓക്കെ, അതേപോലെ നമ്മുടെ നായകൻ രാജീവേട്ടൻ, പുള്ളി ഫുൾ ടൈം സപ്പോർട്ടാണ്. അതായത് ഞാൻ ഈ സിനിമ തുടങ്ങുമ്പം ജസ്റ്റ് ഒരു ആരാധകൻ ആ ലെവലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളിക്കൻ ആരാധകനല്ല, ഇയാൾ വൺ ഓഫ് ദി നമ്മുടെ ഒരു ബ്രദർ. എൻ്റെ ഒരു പ്രിൻസ്, ഓക്കെ, പ്രിൻസ് റാഫേൽ. ഓക്കെ, ഞാൻ കണ്ണൂർ തളിപ്പറമ്പ് പെരുമ്പടവ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വന്നേക്കുന്നത്. സിനിമ അധികം എന്നാ പറയണ്ടേ ഇൻവോൾവ് ചെയ്യാത്ത ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വന്നേക്കുന്നത്. പപ്പയോ മമ്മയോ ഒരു പെങ്ങളാണുള്ളത്, ദുബായ് സെറ്റിൽഡാണ്. ഓക്കെ, അപ്പം അവർ പോലും സമ്മതിച്ചിട്ടില്ല. ഓക്കെ, എൻ്റെ ബന്ധുക്കാരും ഒട്ടും സമ്മതിച്ചിട്ടില്ല. എനിക്ക് സിനിമയിൽ തന്നെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് 1-2 വർഷത്തെ ആഗ്രഹമല്ല. ഞാൻ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ തൊട്ട് ഈ സിനിമയുടെ ഇല്ലെങ്കിൽ സിനിമ മാഗസീൻ വായിച്ച് എനിക്ക് സിനിമയിൽ എത്തണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ വന്നത്. അല്ലാതെ ഒരു ദിവസത്തെ പരിപാടിയും കൊണ്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. എൻ്റെ കസിൻസ് ഉണ്ട്, അവർ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത്? ആടുജീവിതം എന്ന സിനിമയിലോട്ട് ഞാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ദീപക്കേട്ടനാണ്, ദീപക് പരമേശ്വരനാണ്. പുള്ളിയാണ് ഫസ്റ്റ് 2 ഷെഡ്യൂൾ ചെയ്തത്. അതിനുശേഷം ചില സാങ്കേതിക കാരണങ്ങളാൽ പുള്ളിക്കാരന് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലെസ്സാറിൻ്റെ അടുത്തിട്ട് പോയി. അപ്പം ഞാൻ ബ്ലെസ്സാറിൻ്റെ അടുത്ത് പോയി. ഫസ്റ്റ് ടൈം ഞാൻ വൈറ്റിൽ അടുത്തുള്ളൊരു സാറിൻ്റെ ഓഫീസിലാണ് ഞാൻ പോയത്. എന്നപ്പം സാറ് ഇൻ്റർവ്യൂ ചെയ്തു. അതേപോലെ റോബിൻ ചേട്ടൻ, തോമസ്, അവരെല്ലാം ഇൻ്റർവ്യൂ ചെയ്തു. അന്നപ്പം എന്നോട് പറഞ്ഞു, മീൻസ് 2-3 കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിനുശേഷം സാറ് പറഞ്ഞു, എടാ വിളിക്കാം എന്ന് പറഞ്ഞു. അതാണ് ഈ ആടുജീവിതത്തിലോട്ടുള്ള എൻട്രി. അതിനകത്ത് ദീപകേട്ടൻ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം പുള്ളിക്കാരന് ഒരു പക്ഷേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് എന്നെ വിളിച്ചത്. അങ്ങനെയാണ് ഈ പരിപാടി ഞാൻ ആടുജീവിതത്തിലോട്ട് വരുന്നത്. നിങ്ങൾ ഈ കൊറോണ വന്ന സമയത്ത് നിങ്ങൾ 60 ഡേയ്സ് അവിടെ ഐസൊലേഷനിൽ പെട്ട് കിടക്കല്ലായിരുന്നോ? അപ്പോൾ അതെങ്ങനെ നിങ്ങൾ അതിജീവിച്ചു? കൊറോണ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, മറ്റേ സൈഡിൽ ഞാൻ അത്ര ഹാപ്പി അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പടത്തിനകത്ത് തുടങ്ങുമ്പോൾ പ്രൊഡക്ഷൻ മാനേജർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന ലെവലിലാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഈ കൊറോണ വന്ന് സ്റ്റക്ക് ചെയ്ത് എന്ന് പറയുന്നൊരു സമയം ഞങ്ങൾക്ക് വരുമ്പം എൻഡ് ഓഫ് ദി ഡേ എനിക്കും ബ്ലെസ്സാറിനും ഷിജോ ചേട്ടൻ ഫിനാൻസ് കൺട്രോളറാണ്. ഓക്കെ, റോബിൻ ചേട്ടനും ഞങ്ങളെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം സ്റ്റക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നതല്ല, നമ്മളൊരു അന്യ രാജ്യത്ത് പോയിട്ട് നിൽക്കുവാണ്. അവിടെ പോയിട്ട് ഈ സംഭവം സ്റ്റക്കായി കഴിഞ്ഞപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാം. എനിക്കറിയത്തില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എനിക്കറിയത്തില്ല. ഞങ്ങൾ എന്നാ പറയണ്ടേ 75 ദിവസത്തെ പരിപാടിയായിട്ട് പോയതാണ്. അതിനകത്ത് 50 ദിവസം സ്റ്റക്കാണ്, 25 ദിവസമാണ് ഷൂട്ട് ചെയ്ത്. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഞങ്ങളെ അത്രയും നല്ലൊരു പ്രൊഡ്യൂസർ, അത്രയും നല്ലൊരു ഡയറക്ടർ, ഇല്ലെങ്കിൽ അത്രയും നല്ലൊരു ടീം നമ്മുടെ കൂടെ ഉണ്ടോ എന്നുള്ള ഒരു സംഭവം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അത് സർവേ ചെയ്യാൻ വേണ്ടി പോയത്. എന്നോട് പലരും ചോദിച്ചു, പ്രിൻസേ മീൻസ് അങ്ങനെയല്ല, വേറെ ഒന്നും കൊണ്ടല്ല. അവരെ സംബന്ധിച്ച് ബ്ലെസ്സാറോട് ചോദിക്കാൻ പറ്റില്ല, വേറെ ആരോടും ചോദിക്കാൻ പറ്റില്ല, രാജുവേട്ടനോട് ചോദിക്കാൻ പറ്റില്ല. റോഷൻ കണ്ടോട് എന്നോട് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഡക്ഷൻ്റെ ആൾ ഞാനും സാറും മാത്രമാണ് ഇതിനകത്ത് പ്രൊഡക്ഷൻ നിൽക്കുന്നത്. ഷിജേച്ചനും ഉണ്ട്.
ഞങ്ങളെ സംബന്ധിച്ച് ഇവരെ ഒന്ന് സംസാരിച്ച് അതായത് ഒന്ന് കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ആദ്യം എന്നാ പറയണ്ടേ ഞാൻ രഞ്ജിത്ത് അമ്പാടി, പ്രശാന്ത് മാധവ്. രഞ്ജിത്ത് അമ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ്മാൻ, പ്രശാന്ത് ഏട്ടൻ ആർട്ട് ഡയറക്ടർ, ഓക്കെ, ഇവര് അനൂപ് സ്റ്റില്ല്, ഓക്കെ, ഇവരെല്ലാം വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഞാൻ അവരോട് പറഞ്ഞു, എടാ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, പ്രശാന്തേട്ടൻ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, എടാ ഞങ്ങളെല്ലാം നിന്നോട് സപ്പോർട്ടാണ്, നീ ക്യാപ്റ്റനായിട്ട് ഫ്രണ്ടിലോട്ട് പോക്കോ, ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഷൂട്ടിന് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പക്കത്തി റോട്ടിൽ നിൽക്കുന്നു, പകുതി പേര് എന്താ പറയണ്ടേ നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലത്തോട്ട് പോകുന്നു. അന്നപ്പം അവരെത്തുന്നില്ല. ഞാൻ ഏറ്റവും അവസാനം എത്തേണ്ട ആളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്ടറും ഇല്ലെങ്കിൽ നായകനെ കൂട്ടിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഏറ്റവും അവസാനം പോകുന്നു. എൻ്റെ ടീം അവിടെ പോയി നിൽക്കുന്നു. ആ സമയത്ത് അവരെന്നെ ഫോൺ വിളിക്കുകയാണ്, പ്രിൻസേ നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാണ്, ഇവിടുന്ന് അവിടുത്തെ പോലീസ് അവർ പറയുവാണ് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു. ഇൻ ബിറ്റ്വീനിൽ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടില്ല. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടില്ല, പക്ഷേ അവരവിടെ എത്തുകയും ചെയ്തു. ഇൻ ബിറ്റ്വീനുള്ള ആ ജോർദാൻ പോലീസിൻ്റെ ആ സംഭവത്തിനകത്ത് അവർ വിളിച്ചു പറയാണ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു ഭാഷയുടെ പ്രശ്നം കൂടെ കണ്ട്, ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് എത്തിക്കോട്ടെ, ഞാൻ ഒരു 15 മിനിറ്റ്. എൻ്റെ കൂടെ ബ്ലെസ് സാറാണ് ഇരിക്കുന്നത്, ഈപ്പൻ സാറാണ് ഇരിക്കുന്നത്, ഓക്കെ. രാജോട്ടൻ പുറകെ വരാൻ വേണ്ടി നിൽക്കുവാണ്. ആ സമയത്ത് ഞങ്ങളിവിടെ അവരെന്നെ ഫോൺ വിളിച്ചിട്ടാണ് തിരിച്ചു പോകുന്നു. ഞങ്ങളെവിടെ തിരിച്ചു പോകാൻ വേണ്ടിയാണ്, ഞങ്ങൾ പകുതിക്ക് നിൽക്കുന്നു, അവർ അപ്പുറത്ത് നിൽക്കുന്നു. ഇതാണ് റിയാലിറ്റി ശരിക്കും നടന്ന സംഭവം. ക്വാറന്റൈൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനല്ലേ ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് വന്നത്? ക്വാറന്റൈൻ അങ്ങനെ സംഭവം വന്നു കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രൊഡക്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻകാരാണല്ലോ എൻ്റെ ഓഫ് ദി ഡേ എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യേണ്ടത്, ഓക്കെ. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു സ്റ്റഡി ക്യാമറ ഒരു ഓപ്പറേറ്റർ, ഓക്കെ, കേട്ടോ, ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല, പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഫ്രണ്ട്സേ എൻ്റെ വൈഫും അവരെല്ലാം കൂടെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്, ഞാൻ എന്നാ മറുപടി പറയേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി പറയാൻ ആൻസർ ഇല്ല സത്യത്തിൽ. പക്ഷേ ഞാൻ പറഞ്ഞു നമ്മളെന്തായാലും സർവൈവ് ചെയ്യും, നമ്മളെന്തായാലും പോകും, ഓക്കെ. ഇതിനകത്ത് പേടിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രൊഡ്യൂസറുണ്ട്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ മറക്കാത്ത, ഞാൻ അത്യാവശ്യം 10, 15, 20 സിനിമയോളം ചെയ്തു. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ കാണാത്തൊരു പ്രൊഡ്യൂസർ ഈ സിനിമയ്ക്ക് വന്നു, ഓക്കെ. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഇടാ നീ ഇങ്ങ് ധൈര്യമായിട്ടങ്ങ് പറഞ്ഞടാ, നമ്മൾ രക്ഷപ്പെടും, നമ്മളവിടെ എത്തും, ഓക്കെ. അത് നിൻ്റെ തൻ്റെ ഇടത്തിൽ നീ അങ്ങോട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു കമാൻഡർ ഉണ്ട്, ഓക്കെ. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ അവരോട് പറഞ്ഞു, ഓക്കെ, എല്ലാവരും എത്തും, എല്ലാവരും സേഫായിട്ട് അവിടെ എത്തും എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കൂട്ടത്തിൽ നിന്ന് ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും ഒരു മൈന്യൂട്ട് എന്നാ പറയണ്ടേ ഒരു 10% മെമ്പേഴ്സ് അപ്പാർട്ട് ഫ്രം എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, ഓക്കെ. ഓക്കെ, നമ്മൾ നമ്മൾ രക്ഷപ്പെടും, ഓക്കെ, നമ്മളവിടെ എത്തും, ഓക്കെ, നമുക്കൊരു പ്രശ്നമില്ല, നമ്മൾ അവിടെ കയറും എന്ന് പറഞ്ഞ ഒരു ക്രൂ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ, അതായത് സാറ് ഉണ്ട്. അതേപോലെ നമ്മുടെ നായകൻ രാജീവേട്ടൻ, ഓക്കെ, പുള്ളി ഫുൾ ടൈം സപ്പോർട്ടാണ്. ഫുൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ, ഫുൾ ടൈം സപ്പോർട്ടുള്ളൊരു, അതായത് ഞാൻ ഈ സിനിമ തുടങ്ങുമ്പം ജസ്റ്റ് പുള്ളിക്കാരൻ രാജീവേട്ടൻ, ഓക്കെ, ഞാൻ ഇതിനു മുമ്പും വേറെ ആൾക്കാരുടെയൊക്കെ സിനിമ ചെയ്തിട്ടുണ്ട്, ഓക്കെ. പുള്ളിക്കാരൻ ഞാൻ ജസ്റ്റ് ഒരു ആരാധകൻ, ആ ലെവലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ ആരാധകനല്ല, ഇയാൾ വൺ ഓഫ് ദി നമ്മുടെ ഒരു ബ്രദർ, അങ്ങനത്തെ ഒരു ലെവലിൽ ഇയാൾ രാജുവേട്ടനെത്തി എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ട്
എന്നാ പറയണ്ടേ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച ഒരു മൊമെൻ്റ് ഉണ്ട്. ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കൊറോണ ഡേയ്സിൽ പുറത്തു വന്ന ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ പിക്ചറാണ്. ഓക്കെ, അത് രാജേവേട്ടനും ബ്ലെസ്സാറും എല്ലാം കൂടെയാണ് വന്ന് ചെയ്തത്. അപ്പം പുള്ളിക്കാരൻ നമ്മളെ എന്തോരം സപ്പോർട്ട് ചെയ്ത്, ഇല്ലെങ്കിൽ അവരുണ്ട് നമ്മളെ എന്തോരം കെയർ ചെയ്യുന്ന ആ വിഷ്വൽസ് നിങ്ങളിൽ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, മീൻസ് നിങ്ങൾ കണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. മീൻസ് അത്രയും നെഞ്ചോട് ചേർത്തിട്ടുള്ള ഒരു പരിപാടിയാണ്.